നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു വിഷയത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇന്ന് നമ്മുടെ വിഷയം ഒരു അല്പം വിഭിന്നമായിട്ടുള്ളതാണ്. ജ്യോതിശാസ്ത്രം ലിങ്ക് ചെയ്തിട്ടുള്ളതും പരമ്പരയാ നമ്മൾ ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിച്ചു വരുന്നതുമായ സംഖ്യാശാസ്ത്രത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന പുരാതന ഋഷീശ്വരന്മാരെ 1 മുതൽ 9 വരെയുള്ളതും തുടർന്ന് വരുന്ന സംയുക്ത സംഖ്യകളെ വീണ്ടും ഏകസംഖ്യയാക്കിയാൽ എങ്ങനെയാണ് അവർക്ക് ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നതെന്നൊക്കെ ഒരു നിരീക്ഷണ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ പിടിച്ചുള്ള ഒരു ഫല പ്രവചന രീതിയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ ചിന്തിക്കാം, നോക്കാം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മാദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം. എങ്ങനെയാണ് നമുക്കിപ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഞാൻ 1, 2 ഈ നമ്പറുകളെ സംബന്ധിച്ചുള്ള ഫലങ്ങൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് പറയാൻ പോകുന്നത് 3ാമത്തെ സംഖ്യയെ സംബന്ധിച്ചാണ്. 3 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കൂട്ടുമ്പോൾ 3, അതുപോലെ തന്നെ 13, 21, അതുപോലെയുള്ള തീയതികൾ, അതുപോലെയുള്ള നാമാക്ഷരങ്ങൾ കൂട്ടിയാൽ വരുന്നത് 3 എങ്ങനെയാണോ ആ 3 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ എടുക്കണം. ആ 3 എന്ന് പറയുന്ന സംഖ്യ നിങ്ങളുടെ നാമാക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ, നിങ്ങളുടെ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അത് 3 വരണം. എങ്ങനെയാണ് ആ 3 വരിക? അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയെ സംബന്ധിച്ചിടത്തോളം അക്ഷരമാലയിൽ ഏതൊക്കെയാണ് ABCDE എന്നുള്ള 26 അക്ഷരങ്ങൾക്ക് ഏതെല്ലാമാണ് അക്കങ്ങളെ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് A മുതൽ E വരെയുള്ള സംഖ്യകൾക്കെല്ലാം 1 മുതൽ 5 വരെ എന്നുള്ള അക്കങ്ങൾ ക്രമത്തിൽ വന്നിട്ടുണ്ട്. അതേസമയത്തിന് C, അതുപോലെ C, G, L, S ഇതെല്ലാം സംഖ്യ 3 ആ D, M, T ഇതെല്ലാം 4 സംഖ്യ. E, N, H, Z, X ഇതെല്ലാം 5 സംഖ്യ. U, V, W ഇത് 6, O, Z 7, F, P എന്ന് പറയുന്നത് 8. അപ്പോൾ ഈ 1 മുതൽ 8 വരെയാണ് സംഖ്യകൾ ഈ അക്ഷരമാലയിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ 9 എന്നുള്ള സംഖ്യ വന്നിട്ടില്ല. പക്ഷേ കൂട്ടി നോക്കിയാൽ 9 വരുന്ന സംഖ്യകളുടെ ഫലങ്ങളെല്ലാം വേറെ ഉണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് 3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ കൂട്ടുമ്പോഴത്തേക്ക് 12 എന്ന് പറയുന്ന സംഖ്യ വരുമ്പോൾ 2, 1, 3 ആ തമ്മിൽ കൂട്ടി ആ സംയുക്ത സംഖ്യയെ തമ്മിൽ കൂട്ടുമ്പോഴത്തേക്ക് 3 വരും. അപ്പോൾ 3ൻ്റെ അധിപൻ ആരാണ് എന്നുള്ള വിഷയം വരുമ്പോഴത്തേക്ക്, അതായത് 3ന് ഓരോ ഗ്രഹങ്ങളുണ്ട് ഇവർക്ക്. അതായത് 1, 4 ഈ സംഖ്യകൾക്കെല്ലാം സൂര്യനാണ് അതിൻ്റെ നാഥൻ. 2, 7 ഈ സംഖ്യകൾക്ക് ചന്ദ്രനാണ് നാഥൻ. 4 എന്ന് പറയുന്നത് നമുക്ക് ഈ വ്യാഴനാണ് അതിൻ്റെ സംഖ്യാനാഥനായിട്ട് വരുന്നത്. 5 എന്ന് പറയുന്നത് ബുധനാണ് അതിൻ്റെ നാഥൻ. ഈ വ്യാഴനെ സംബന്ധിച്ച് 3, ചൊവ്വയെ സംബന്ധിച്ച് 9, ശുക്രനെ സംബന്ധിച്ച് 6, ശനിയെ സംബന്ധിച്ച് 8 ഇവരുടെ ഗ്രഹങ്ങൾ. ആ ഗ്രഹങ്ങളെ സംബന്ധിച്ചും ആ രാശികൾ ജനിച്ച് ഏതൊരു രാശിയിലാണോ ജനിച്ചിരിക്കുന്നത് ആ രാശികളെയും തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഞാനിവിടെ അവലംബിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഒരു പേരുകൾ തമ്മിൽ കൂട്ടുക. നിങ്ങൾ പേരുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രശസ്തമായിരിക്കുന്ന നിങ്ങളുടെ പേരെന്താണോ ആ പേരിനെ എഴുതി കൂട്ടിയാൽ നിങ്ങളുടെ ആ സംയുക്ത സംഖ്യയാണ് ഒരു പക്ഷേ 12 എന്നാണ് സംഖ്യ വന്നിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ 21 എന്നാണ് സംഖ്യ വന്നിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 30 തീയതി വന്നിരിക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ വന്നിരിക്കുന്നെങ്കിലോ അത് തമ്മിൽ കൂട്ടിയാൽ ഏത് കൂട്ടിയാലും 3 എന്ന് സംയുക്ത സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ അത് 3 വന്നാൽ ആ 3 നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിനെ കൂട്ടി വരുമ്പോൾ 3 എന്ന സംഖ്യ വരികയും ആ സംഖ്യ തന്നെ നിങ്ങളുടെ ജന്മദിവസങ്ങളായിട്ട് വരികയും ചെയ്താൽ, വിശേഷിച്ച് 12, 30, 21 ഈ തീയതികളൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന സംഖ്യയുടെ ആ ജനിച്ച ദിവസ തീയതിയും നമ്മുടെ നാമാക്ഷര സംഖ്യയും തമ്മിൽ ഒന്നാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത്. ശരിക്കും അതാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ.
അപ്പോൾ അങ്ങനെ വന്നാൽ ആ 3 പറയുന്ന ഗ്രഹത്തിന് പ്രധാനമായിട്ടും വ്യാഴമാണ് ആ ഗ്രഹത്തിൻ്റെ നാഥൻ. അപ്പോൾ ആ ഗ്രഹത്തിന് പറയുമ്പോഴത്തേക്ക് ആ ഗ്രഹത്തിന് 2 ഉണ്ട്. മീനൻ രാശിക്ക് 15 അതിൻ്റെ മീനൻ രാശി കൂറിൽ ജനിക്കുകയോ അതല്ലെങ്കിൽ മീനൻ രാശി ലഗ്നമായിട്ട് വരികയോ ചെയ്തിരുന്നാലും ആ വ്യാഴന് പ്രധാനമായിട്ടും ജാതകത്തിൽ ബലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന വ്യാഴനെ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും വിശേഷിച്ചും ധനുരാശിയുടെ മൂലക്ഷേത്രാധിപത്യം കൂടി വ്യാഴനുള്ളത് കൊണ്ട് ആ ധനുരാശിക്ക് നമുക്ക് 13 എന്നുള്ള സംഖ്യ വരുന്നത് കൊണ്ടും ഇതും കൂടി തമ്മിൽ നിങ്ങൾ കൂട്ടുമ്പോഴത്തേക്ക് ഉദാഹരണമായിട്ടും ഈ 3 പറയുന്ന സംഖ്യ ഒരുപക്ഷെ തീയതിയും നിങ്ങളുടെ നാമാക്ഷര സംഖ്യയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ തീയതിയും നിങ്ങൾ ജനിച്ച തീയതിയും നാമാക്ഷര സംഖ്യയും തമ്മിൽ അത് വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ കയറി ഇറങ്ങിയും നമുക്ക് നിൽക്കും. അതല്ല 2 ഒന്നാണെങ്കിൽ ഭാഗ്യസംഖ്യ വളരെ മഹത്തരമായിരിക്കും. ആ വ്യാഴനെ കൊണ്ട് നമുക്ക് പറയുമ്പോൾ ഐശ്വര്യപൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് കിട്ടാനും ഉന്നതമായ ഭാഗ്യങ്ങളെയും സ്ഥാനമാനങ്ങളും തൊഴിൽപരമായ ഭാഗ്യങ്ങളും ഔദ്യോഗിക മേന്മയും സ്വഭാവവിശേഷങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ യോഗ്യതകളും ഒക്കെ കിട്ടേണ്ടതാണ് ഈ വ്യാഴൻ എന്ന് പറയുന്ന ആ ഗ്രഹത്തെ കൊണ്ട് നമുക്ക് ഫലം അനുഭവിക്കേണ്ടത്. അപ്പോൾ ആ ഫലത്തിന് എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു ഭാഗ്യക്കുറവ് തോന്നുന്ന പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അതിൻ്റെ കൂടെ 15 കൂടെ കൂട്ടുകയോ അല്ലെങ്കിൽ 13 കൂടി കൂട്ടുകയോ ചെയ്യുക. ഇതിൽ ഏതാണ് തമ്മിൽ കൂട്ടുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 പറയുന്ന സംഖ്യ നിങ്ങളുടെ പേരിന് വന്ന് കിട്ടി. ആ പേരിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങൾ 15ഓ 13ഓ തമ്മിൽ കൂട്ടിയാൽ ഒരുപക്ഷെ 15 കൂട്ടുമ്പോൾ 18 എന്ന് കിട്ടിയാൽ വരുന്നു 8 1 9 എന്ന സംഖ്യ അവിടെ വരുന്നു. അതല്ല ആ 3ൻ്റെ കൂടെ 13 കൂട്ടിയാൽ 16 എന്ന സംഖ്യ അവിടെ വന്നു. 16 ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6 1 7 എന്ന സംഖ്യ കിട്ടും. ഈ 7ഉം 9ഉം നല്ല മഹത്തായ ഭാഗ്യങ്ങളെ തരുന്ന സംഖ്യകളാണ്. ഈ സംഖ്യകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ ജനിച്ച തീയതിയുമായ സംഖ്യയാണോ നമുക്ക് ഈ സംഖ്യയാണോ ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നതെന്ന് പരീക്ഷണ വിധേയമായിട്ട് നമുക്ക് നോക്കുക. അതെങ്ങനെയാണ് നമ്മൾ പരീക്ഷണങ്ങളായിട്ട് നോക്കുക? നിങ്ങളുടെ ഓരോരോ പ്രവർത്തന മണ്ഡലങ്ങൾ വിരാജിക്കുന്ന സമയങ്ങളിൽ നിങ്ങളൊരു കാര്യം തുടങ്ങുമ്പോൾ അത് 3 എന്നുള്ള സംഖ്യയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ എടുത്ത് പ്രയോഗിക്കുക. അത് വരുന്നത് ശരിയായ ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അതൊരു ശുഭകരമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സംഖ്യകളെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. സംഖ്യാശാസ്ത്രപ്രകാരം ഞാൻ പറഞ്ഞ കൂറിൻ്റെ ആ രാശിയുടെ സംഖ്യ അതിൽ പരിഗണിച്ചിട്ടില്ലെങ്കിലും ഞാൻ ജ്യോതിഷവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഫലപ്രവചനം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 തന്നെ ഭാഗ്യങ്ങളെ തരുന്നുവെങ്കിൽ ആ 3 തീയതിയും 3 നാമാക്ഷര സംഖ്യയും ഒന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റേണ്ട കാര്യങ്ങളില്ല. അതിന് തന്നെ ഓരോരോ ആഴ്ചകളെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചകളിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളീ പറയുന്ന 3-ാം തീയതി എന്നുള്ള സംഖ്യ നിങ്ങൾ ഒരു ജോലിക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോഴോ ഇപ്പോൾ ഈ പറയുന്നതായിരിക്കുന്ന 21 30 3 തീയതികളിൽ വരുന്നതോ ഒക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ആ തീയതികളിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്നത് നല്ലതായിരിക്കും. മറ്റൊരു വിദേശയാത്ര ഏതൊരു യാത്രയും കേരളത്തിലായാലും പുറത്തായാലും എങ്ങോട്ട് പോകുമ്പോഴായാലും ആ 3 എന്നുള്ള സംഖ്യ നമ്മൾ പിടിച്ച് നിൽക്കുക. അതുപോലെ തന്നെ വീട് വയ്ക്കാൻ പോകുന്ന സമയത്തും ഇങ്ങനെയുള്ള തീയതികളുണ്ടെങ്കിൽ ആ തീയതികൾ കൂടുതൽ സ്വീകരിക്കുന്നത് നല്ലതാണ്. മറ്റെന്തെങ്കിലും ഒരു ജോലി ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കട തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഏതൊന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഏതൊന്നിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമ്മൾ ഒരു ഭാഗ്യക്കുറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ 3 എന്ന് പറയുന്ന സംഖ്യയായിട്ട് വരുന്നത് മാത്രം സ്വീകരിച്ച് ക്രമേണ എടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഭാഗ്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പുരാതനമായ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കിപ്പോൾ നമ്മളിന്ന് കമ്മീഷനൊന്നും വേണ്ട. നമ്മുടെ മനുഷ്യരുടെ ഭാഗ്യങ്ങളോ ഭൗതികവും ആധ്യാത്മികവുമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉപായങ്ങളാണ് അവർ നമ്മളിതിൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭാഗ്യപരീക്ഷണം ചെയ്യുക. ഭാഗ്യപരീക്ഷണമല്ല, ഇതിൽ ഭാഗ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റിപ്പിടിച്ച് അതുപോലെ തന്നെ നിങ്ങൾ അക്ഷരങ്ങൾ രാജൻ എന്നുള്ള പേര് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു പേര് ഇങ്ങനെ ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പേരിട്ട് ആയിഷ എന്ന് പേരിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പേരിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ റംലത്ത് എന്നൊരു പേരിട്ട് അല്ലെങ്കിൽ ആ റംലത്ത് എന്നുള്ളതിന് ആ പേരിന് അക്ഷരം കൊണ്ട് കൂട്ടിയാൽ ആ ഭാഗ്യമുള്ള അക്കമല്ല വന്നിരിക്കുന്നതെങ്കിൽ റമലത്ത് എന്നൊക്കെ മാറ്റിയിടുന്നത് പോലെ നിങ്ങളുടെ പേരിലും ആ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ ഭാഗ്യം വരും.
ഭാഗ്യം വരാതിരിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ രണ്ടാം അക്കത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 13 എന്നുള്ള ആ തീയതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ 13 എന്നുള്ള ഒരു നമ്പർ വരുന്ന ഒരു മുറിയോ നമ്മുടെ യൂറോപ്പിലായാലും ശരി ഇന്ത്യയിലായാലും ശരി ഏത് രാജ്യത്തും ആ 13 എന്നുള്ള സംഖ്യയെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം സംഖ്യാശാസ്ത്രപ്രകാരം ആ ശാസ്ത്രത്തിൻ്റെ അത്യുന്നത മേഖലകളിലേക്ക് വിരാജിക്കുന്നവർക്ക് പോലും അത് നേരെ അധപ്പതനത്തിൻ്റെ ഒരു സൂചിയാണ് കാണിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കി നമ്മളെ ഭാരതത്തിൽ പല ആശുപത്രികളിലോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള മന്ത്രിമാർക്കോ MP-മാർക്കോ MLA-മാർക്കോ കൊടുത്തിരിക്കുന്ന റൂമുകൾക്ക് പോലും ആ റൂമിന് പോലും ഈ നമ്പർ വരുന്നത് ഉണ്ടെങ്കിൽ അതവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടിയും ആനുകാലികൾ കൂടിയും കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങളാണ്. അതുതന്നെയാണ് നമ്മുടെ 13 എന്നുള്ള സംഖ്യ പോലെ തന്നെ ആ 13 എന്നുള്ള സംഖ്യ കൂട്ടിയെടുത്താൽ 13 എന്നുള്ളത് 4 വരുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്ന ആ സംഖ്യ കൂട്ടി ഏതെല്ലാം തീയതിയും അല്ലെങ്കിൽ പേരുകളോ വരുന്നു അതൊക്കെ അതിനകത്ത് നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് 4നെ സംബന്ധിച്ചുള്ള ഫലമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് 3 എന്നുള്ള സംഖ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഗ്രഹം വ്യാഴനായിട്ട് വന്നതും അതൊരു നല്ല കാര്യമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫലങ്ങളെ തരാൻ ആധ്യാത്മിക മേഖലകളിലൊക്കെ ചിന്തിക്കുന്നവരും ഭക്തിമാർഗത്തിൽ കൂടെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷമായിരിക്കുന്ന ഒരു നമ്പറാണ് ഈ 3 എന്ന് പറയുന്നത്. അത് കൊള്ളാം. വിശേഷിച്ച് നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും മറ്റുമൊക്കെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഈ ആഴ്ചകളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. ആഴ്ച ഒരു നിർബന്ധമല്ലെങ്കിലും മറ്റ് തീയതികൾ നമ്മൾ പ്രധാനമാക്കിയെടുക്കാം. 3, 21, 30 തുടങ്ങിയിരിക്കുന്ന തീയതികൾ അതുപോലെ വരുന്ന കൂട്ടിയാൽ 3 വരുന്നതായ മറ്റ് തീയതികളും നാമാക്ഷര സംഖ്യയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കണക്കിലെടുത്ത് ആ സംഖ്യയെ കൂടുതൽ ജീവിതവ്രതമാക്കി അതിനെ സംഖ്യ കൂടുതൽ എടുത്തുകൊള്ളുക. അത് പക്ഷേ അതിനകത്ത് ഭാഗ്യക്കുറവ് വന്ന് തുടങ്ങിയാൽ കണ്ട് എന്ന് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ വഴി കൂടി അവലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്രിയാദികൾ ഈ പറയുന്ന ജീവിതമാർഗത്തെ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ വ്യാഴം വിഷ്ണുവിനെ നിങ്ങൾ നിരന്തരമായി വിഷ്ണു സഹസ്രനാമ ജപവും വിഷ്ണു ക്ഷേത്ര ദർശനവും പ്രാർത്ഥനകളും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് ഭാഗ്യ ഐശ്വര്യാദികൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ വ്യാഴന് പറഞ്ഞിട്ടുള്ള ആ വ്യാഴൻ്റെ രക്തമായിരിക്കുന്ന മഞ്ഞപ്പുക്ഷിരാഗം, അതായത് യെല്ലോ സഫയറോ അതല്ലെന്ന് റൂബിയോ ഏതെങ്കിലും എടുത്ത് അത് നല്ലതുപോലെ ആ അടിഭാഗം ഓപ്പൺ ചെയ്ത് ഉള്ള ഒരു മോതിരമോ മറ്റോ ശരിയാക്കി ആ ജീവിതത്തിലുടനീളം നിങ്ങൾ ഈ വ്യാഴൻ എന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റെ രക്തം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ആ വഴിയിൽ നീങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സംഖ്യ കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.